കൂത്താട്ടുകുളത്ത് വലിയ തിരിച്ചടി നേരിടാൻ ഒരുങ്ങുകയാണ് CPM. ആഴ്ചകൾക്ക് മുൻപ് ഭരണപരാജയം കൊണ്ട് ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായ കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. CPM വിമത അംഗം കലാരാജുവാണ് UDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി എന്നതാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്ന തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ കാരണമായത്. കാലാവധി അവസാനിക്കാൻ വെറും 4 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നഗരസഭ ഭരിക്കാനുള്ളത് എന്നതിനേക്കാൾ സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ഗതി നിർണ്ണയിക്കാൻ കൂടിയുള്ളതാണ്. CPMന്റെ കൗൺസിലറായി ജയിച്ചിട്ട് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഏറ്റവും വലിയ പീഡനം ഏൽക്കേണ്ടി വന്ന കലാരാജുവിനെ കൂടെ നിർത്തുന്നത് വഴി സംസ്ഥാനത്ത് തന്നെ CPMന്റെ രാഷ്ട്രീയതയുടെ ഭീകരതയെ തുറന്നു കാട്ടുന്നതിനാണ് UDF ഈ നീക്കം നടത്തുന്നത്. അതുപ്രകാരം അനൂപ് ജേക്കബ് MLA, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന UDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് കലായെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ഈ മാസം 5-ന് UDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെയാണ് ഇടതുമുന്നണിക്ക് നഗരസഭയിൽ ഭരണം നഷ്ടമായത്. അവിശ്വാസ പ്രമേയത്തിൽ CPM വിമത കലാരാജു, സ്വതന്ത്ര അംഗം PG സുനിൽകുമാർ എന്നിവർ UDFനെ പിന്തുണച്ചിരുന്നു. അതാണ് ഭരണം നഷ്ടമാകാൻ കാരണം. അതേ നിലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ LDFന് ഭരണം നഷ്ടപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വതന്ത്ര അംഗം PG സുനിൽകുമാറിനെയാണ് UDF പരിഗണിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരിക്കെ കൗൺസിലർ കലാരാജുവിനെ CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ ജനുവരി 18-നായിരുന്നു നാടകീയ സംഭവവികാസം അരങ്ങേറിയത്. LDF ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കവേ കൗൺസിലർ കലാരാജുവിനെ CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോവുകയും വസ്ത്രം പിടിച്ചു വലിക്കുകയും ചെയ്തു. എല്ലാവരും മാധ്യമ ദൃശ്യങ്ങൾ കണ്ടതാണ്. അന്ന് തട്ടിക്കൊണ്ടുപോയ കലാരാജുവിനെ വൈകിട്ട് വിട്ടയക്കുകയും സംഭവത്തിൽ 2 CPMകാരെ അറസ്റ്റ് ചെയ്യുക കൂടി ചെയ്തു. അവിശ്വാസ പ്രമേയ ചർച്ച അലങ്കോലപ്പെടുത്തിയതിലും തട്ടിക്കൊണ്ടുപോകലിലും CPMനെതിരെ കലാരാജു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ത്രീയോട് പാർട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ ഇതാണ് തന്റെ പ്രതികരണമെന്നും മനസാക്ഷിക്ക് യോജിച്ച പോലെയാണ് അവിശ്വാസത്തെ പിന്തുണച്ചതെന്നും കലാരാജു ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് CPMന്റെ ആക്രമ രാഷ്ട്രീയത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. അത് സംസ്ഥാനം മുഴുവൻ വാർത്തയായ സ്ഥിതിക്ക് ആ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നേരിടുന്ന വൻ വിജയമായി ഇത് മാറ്റി തീർക്കുവാനാണ് UDFന്റെ നീക്കം. CPM ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു. ഇനി ഒരു സ്ത്രീക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകരുത് എന്നുമാണ് കലാരാജു അന്ന് പൊട്ടിത്തെറിച്ചത്. താൻ പ്രവർത്തിച്ച പാർട്ടിയാണ് തന്നെ ചതിച്ചത് എന്നും CPM ചോദിച്ചു മേടിച്ച പരാജയമാണിതെന്നും പറഞ്ഞ് UDFനൊപ്പം നിന്ന കലാരാജു അധ്യക്ഷയാകുന്നതോടുകൂടി CPMന്റെ ആക്രമ രാഷ്ട്രീയത്തിന്റെ എതിരെ കേരളം പ്രതികരിച്ചു തുടങ്ങിയെന്ന് ഉറപ്പിക്കാം. ഭരണവും പോലീസും കയ്യിലുള്ളത് കൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത CPMന്റെ ഭാഗത്ത് നിന്നും എന്തൊക്കെ ആക്രമണങ്ങൾ ഇന്നും അരങ്ങേറും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും.